സ്റ്റേഡിയം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇന്റർനാഷണൽ മാച്ച് നടത്തുന്ന രീതിയിലേക്ക് ഉയർത്തും. ഒരു ഡൗട്ട് ആ കാര്യത്തിനകത്ത് വേണ്ട. അത് എത്രയും പെട്ടെന്ന്. അതെ, നമ്മൾ 70 കോടി രൂപ കേരളത്തിലെ ഒരു സ്റ്റേഡിയത്തിന് സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഫിഫ റാങ്കിങ്ങിലുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയം ആക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നത് അതിനേക്കാളും കൂടുതലാവും എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ പണികൾ ഇവിടെയുണ്ട്. കാരണം എന്തുകൊണ്ടാ? സ്ട്രെങ്തനിങ്. നമ്മൾ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ സ്ട്രെങ്തനിങ് ചെയ്യണം. ഇത് 25 വർഷം പഴക്കമുള്ള സ്റ്റേഡിയമാണ്. പുതിയ റാങ്കിങ്ങിലേക്ക് ഉയർത്തണമെങ്കിൽ അതിന്റെ സ്ട്രെങ്തനിങ് നടത്തണം. നമ്മുടെ ഫെഡ്ലൈറ്റ്സ് എത്രയാ? ഫുൾ ലെവലിലേക്ക് ഉയർത്തണം. കാരണം എത്ര? 10-12 കോടി രൂപ സ്പെൻഡ് ചെയ്ത് വേണം ഫെഡ്ലൈറ്റ്സ് ഉയർത്താൻ വേണ്ടി. കാരണം ഫിഫയ്ക്ക് അതിന് ഓരോ ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയയിലേക്ക് ഉയർത്തണം. അടുത്തെന്ന് പറയുന്നത് സീറ്റിംഗ് കപ്പാസിറ്റി. നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി നമ്പർ ഇടാൻ പറ്റണം. എത്ര നമ്പർ ഉണ്ട് സീറ്റിംഗിൽ? നമുക്ക് തോന്നുന്ന പോലെ ആളെ കയറ്റാൻ കഴിയില്ല. എത്ര നമ്പറുള്ള സീറ്റിംഗ് ആയിരിക്കണം അതൊക്കെ. ഇവാക്യുവേഷൻ പ്ലാൻ, അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കണം. ഫയർ, അതുപോലെ തന്നെ എല്ലാ പാർക്കിംഗ്, കോമ്പൗണ്ട് വാള്, 3 ലെയർ സെക്യൂരിറ്റി, ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ ഫിഫ സ്റ്റാൻഡേർഡ് സ്റ്റേഡിയം ഉണ്ടാവുള്ളൂ. ആ സ്റ്റേഡിയം ഉണ്ടാക്കണം. എനിക്കിപ്പോ കരാർ തന്നിരിക്കുന്നത് എങ്ങനെയാന്ന് പറയാം. എന്നെ സ്റ്റേഡിയം ഏൽപ്പിച്ചത് ഫിഫ വിൻഡോയിൽ നവംബറിലെ മാച്ച് നടത്താൻ വേണ്ടിയിട്ടാണ്. GCDA അല്ല, SKF ആണ്, കേരള സ്പോർട്സ് കൌൺസിൽ. GCDA SKFന് ഹാൻഡ് ഓവർ ചെയ്തൊരു സ്റ്റേഡിയം. SKF ആണ് നമുക്ക് ഈ മാച്ച് നടത്താനുള്ള പെർമിഷൻ തന്നിരിക്കുന്നത്. SKF ആണ് ഈ മാച്ച് കണ്ടക്ട് ചെയ്യാൻ എടുക്കുന്ന ഏജൻസി. ആ ഏജൻസിയാണ് നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. ഞാൻ തന്നെയാണ്. അതെ. അതാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ലാന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ധാരണയില്ലാന്ന് പറയട്ടെ? തിരക്കുണ്ട്. നിങ്ങൾക്ക് ധാരണയില്ലാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചൂടാവുന്നതിനാ? ധാരണയില്ല അതന്നെ. കാരണം ഫിഫ അല്ല അതാണ് പറയുന്നത്. നിങ്ങൾക്ക് അല്ല, ഒരു മിനിറ്റ്. തീയതി തീരുമാനിക്കുന്ന അങ്ങനെയല്ല. അതാണ് ഞാൻ പറയുന്നത്. എന്താണെന്നറിയോ? ഫിഫ വിൻഡോയിലുള്ള സ്റ്റേഡിയത്തിന് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്, ടയർ 1 ഫോം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം എഴുതി കൊടുത്തതിന് ശേഷം അവരോട് നമ്മൾ ചോദിക്കും ഇന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. ആ കാര്യം പൂർത്തീകരിച്ച് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതി. ആ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ കിട്ടാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈ വിൻഡോയ്ക്കുള്ളിൽ കിട്ടിയാനെ 1-2 ദിവസം താമസമേ ഉള്ളൂ. പക്ഷേ 20 ദിവസത്തിനുള്ളിൽ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? നമുക്കുണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ 2 AFCന്റെ ഒരു മീറ്റിംഗും ഫുട്ബോൾ ഫെഡറേഷന്റെ അമേരിക്കയിൽ 2 മീറ്റിംഗും പോയി. അത് 3 മീറ്റിംഗ് ഫിഫയ്ക്ക് കൂടാൻ കഴിച്ചിട്ടില്ല. അതിൽ ഒരു മീറ്റിംഗ് ഞാൻ പങ്കെടുത്ത ആളാണ്. ഫിഫയ്ക്ക് കൂടാൻ കഴിച്ചില്ല. ഒരു മിനിറ്റ്. ആ ഫിഫയ്ക്ക് അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിൽ പാസ്സായി കിട്ടിയേനെ. ഞാൻ അടുത്ത ആഴ്ച ഈ സ്റ്റേഡിയത്തിന് അപ്രൂവൽ കിട്ടുമെന്ന് പറയുന്ന ആളാണ്. ഈ വർക്ക് തീർച്ചയായും അടുത്ത ആഴ്ച കിട്ടും. അതുകൊണ്ട് വന്ന ഡിലേ ആണ്. അല്ലെങ്കിൽ ഡിലേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത്. ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാം എന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ച് തന്നത്. അതുകൊണ്ടാണ് അത് അപ്രൂവൽ കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയാൻ കാരണം. ഈ സാധാരണ ഫിഫയ്ക്ക് ഒരു വിൻഡോ അനൗൺസ് ചെയ്യില്ല. ഒരു കളിക്കാർക്ക് സ്റ്റേഡിയം ഇല്ലാതെ അനൗൺസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ കൊടുത്ത രേഖകളെല്ലാം അതിന് പ്രാപ്തമായതുകൊണ്ട് മാത്രമാണ് ഫിഫ നമുക്ക് വിൻഡോ അനുവദിച്ചത്. ആ വിൻഡോ നവംബറിൽ അനുവദിച്ചു. ആ വിൻഡോ എന്ത് ചെയ്തു? നവംബറിൽ ഈ കാര്യങ്ങൾക്കുണ്ട്. 2 കാര്യങ്ങൾ. ഒന്ന് ട്രാവൽ പ്ലാന്റെ കാര്യത്തിന്റെ അകത്തും, ഒന്ന് ഈ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിനകത്ത്. ഈ 2 കാര്യത്തിന്റെ അകത്തുള്ള അനുമതി അടുത്ത ആഴ്ച കിട്ടും. കിട്ടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള വിൻഡോയിൽ കളിക്കാൻ പറ്റും. അത്രയും കാര്യമുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിന് ഞാൻ പിന്മാറാൻ പോകുന്നില്ല. എത്ര ദിവസം എടുത്താലും, എന്ത് എഫേർട്ട് എടുക്കുന്നത്. ഞാൻ അതിന് ശേഷം എത്ര രാജ്യങ്ങളുടെ പ്രസിഡന്റിനെ കണ്ടു നിങ്ങൾക്കറിയോ? ഞാൻ ബഹ്റൈനിൽ പോയി. അവിടുത്തെ പ്രസിഡന്റ്, ഓരോ ഫെഡറേഷന്റെ പ്രസിഡന്റുമാരെ കണ്ടു, ഓരോ രാജ്യത്തിന്റെ പ്രസിഡന്റുമാരെ കണ്ടു. ആ ഫെഡറേഷന്മാരെ കണ്ടിട്ട് മുഴുവൻ അവരുടെ അപ്രൂവൽ എടുത്തിട്ടാണ് ഈ പറയുന്ന സാധനം. AFC എന്ന് പറയുന്ന ഏഷ്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അപ്രൂവൽ എടുത്തു. ഇതൊന്നും ചെറിയ കാര്യമായിട്ടല്ല. നിങ്ങൾ ചോദിച്ചോളൂ. അതെ, 130 അല്ല, ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ ഒന്നില്ലെങ്കിൽ നമുക്ക് ആ പണം തിരിച്ചു തരും. അവരെ തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് ആ പണം തിരിച്ചു തരണ്ട. എനിക്ക് എന്താ വേണ്ടത്? അടുത്ത വിൻഡോയിൽ കളി തന്നാൽ മതി. അതാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത വിൻഡോയിൽ കളി. എനിക്ക് പൈസ മേടിച്ചിട്ടാ. എനിക്കിപ്പോ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ കുറച്ച് ഒരു ദിവസം വാർത്തയാക്കും. അതിക്കുള്ളൊന്നും സംഭവിക്കാനില്ലല്ലോ. അതാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റാണ്. ചോദിച്ചു നോക്കാതെ. കല്യാൺ ചോപ്പയാണ്.
ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കത്ത് കൊടുത്ത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ ബന്ധപ്പെടുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ചോദിച്ചു, കല്യാണ ജമേനെ വിളിച്ചു നോക്ക്. അംഗമാകട്ടെ, അതാണ് നിങ്ങൾക്ക് ധാരണ. നിങ്ങൾ ചോദിച്ചു നോക്ക് ഉണ്ടോ ഇല്ലയോ, നിങ്ങൾ തന്നെ പറയുന്നത് അംഗമാണോ ഇല്ലയോ നിങ്ങൾക്ക് തന്നെ അറിയാം അംഗമാണോ ഇല്ലയോ എന്ന്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയിൽ അംഗമാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയിൽ മാച്ചുള്ള നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ എത്താമത്തെ റാങ്കിലാണ് ഇന്ത്യ ഉള്ളതെന്ന്. അപ്രൂവൽ കിട്ടിയതാണ്. നമുക്ക് 45,000 50,000 സീറ്റിംഗ് കപ്പാസിറ്റി അപ്രൂവൽ കിട്ടി. PWD അപ്രൂവൽ കിട്ടി. ഫയറിന്റെ അപ്രൂവൽ കിട്ടി. ഇനിയിപ്പോ എന്താ, എനിക്ക് 1-2 ചെറിയ അപ്രൂവൽസ് മാത്രമേ ഉള്ളൂ. കാരണം കോമ്പൗണ്ട് വാളിന്റെയും ഫെർട്ടിലൈറ്റ്സിന്റെ വർക്കിന്റെ അപ്രൂവൽ നമുക്ക് കിട്ടാനുള്ളത്. കാരണം അതിന് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ആ വർക്ക് കംപ്ലീറ്റ് ആയാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അല്ലെ, നമ്മൾ ഓൾറെഡി സമീപിക്കുന്നുണ്ട്. നമുക്കിനി എന്താ, ഈ കുറച്ച് ഡോക്യുമെന്റോട് സബ്മിറ്റ് ചെയ്ത് അവസാനിച്ചു. അതിനേക്കാൾ അപ്പുറം ഇല്ല. അതെവിടെ, അതാരാ പറഞ്ഞേ? ആ റൂളെന്ന് പറഞ്ഞു. ആ റൂളെന്ന് കാണിച്ചത് അല്ല, ആ റൂളെന്ന് കാണിക്കേ. ആ റൂളെന്ന് കാണിച്ചേ. ആ ഫിഫന്റെ 3 മാസം വേണമെന്നുള്ള റൂളെന്ന് കാണിച്ചിട്ടേ. അതാ 20 ദിവസത്താണ് റൂള്. ആ 20 ദിവസത്തെ റൂള് ഏത്? ഞാൻ കൊടുത്തിരുന്നത് 3 മാസമായി 4 മാസമായി. ആ ഇപ്പൊ അല്ലെ, നിങ്ങൾ വെറുതെ എന്താണ് ഈ മറ്റേ കൊസ്രാക്കുള്ളി ചോദ്യം ചോദിക്കാൻ നിൽക്കണ്ട. അല്ല, നിങ്ങൾ പറയേണ്ടത് എന്താ അറിയോ, നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്, ഫിഫ റാങ്കിങ്ങിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ മതി. ഫിഫ റാങ്കിങ്ങിലുള്ള ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ മതി. ആ ഡോക്യുമെന്റ് മുഴുവൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യല്ല. അല്ല, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിഫയ്ക്ക് കൊടുക്കുന്ന ഡോക്യുമെന്റ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ആ ഡോക്യുമെന്റ് മുഴുവൻ സബ്മിറ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. ആ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റിന്റെ പുറത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്, അവർ അപ്രൂവൽ തരണം. അപ്രൂവൽ തരിക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദിവസത്തെ കേസേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ദിവസം. അവരൊരു ബോഡി കൂടിയിട്ട് അതിന് അപ്രൂവൽ തരും. ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയത്തിനകത്ത് കൊടുക്കുമ്പോൾ അതിന് അപ്രൂവൽ കിട്ടും. ആ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരോട് പറയും, AFLോട് പറയും, ഫിഫന്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, ഈ വിൻഡോ നവംബർ വിൻഡോ മാർച്ചിലെ വിൻഡോ നമുക്ക് ഓക്കെയാണ് എന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡോക്യുമെന്റ് നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അടുത്ത വിൻഡോ നമുക്ക് അലോക്കേറ്റ് ചെയ്യും. വിൻഡോ അലോക്കേറ്റ് ചെയ്ത ഇങ്ങനെ വിൻഡോ അലോക്കേറ്റ് ചെയ്തിട്ടാണ് ആ വിൻഡോ നമ്മൾ നവംബർ ആർക്ക് കൊടുത്തത്, AFക്ക് കൊടുത്തത്. എന്നിട്ടാണ് അവർ അനൗൺസ് ചെയ്തത്. സെയിം പ്രൊസീജിയറാണ്. അടുത്ത വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് ആർക്ക് കൊടുക്കും, AFക്ക് കൊടുക്കും. അപ്പൊ AF അനൗൺസ് ചെയ്ത മാർച്ചിലെ വിൻഡോയ്ക്ക് ഒരു പുതിയ എഗ്രിമെന്റ് കൂടെ വെക്കേണ്ടി വരും. ചിലപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ മതിയായിരിക്കും, കാരണം എനിക്ക് അറിയില്ല, നോക്കണം. അപ്പൊ ആ എഗ്രിമെന്റ് വെച്ച് അപ്ലിക്കേഷൻ അവർ അനൗൺസ് ചെയ്യും. അത് ചിലപ്പോൾ ഈ ആഴ്ച തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് നമ്മുടെ കളി നടക്കില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇല്ല എന്ന് പറയാൻ കാരണം, കളി നടക്കും. ഒറ്റ കാര്യമുള്ളൂ, എന്താണ്, ഈ 2 അപ്രൂവൽ എടുക്കണം എന്നുള്ളതുകൊണ്ടാണ്.